ആദ്യ ദിവസം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഡീൽ ആരോപണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പാലക്കാട്ടാണല്ലോ ഡീൽ ആരോപണം ഉന്നയിച്ചത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പാലക്കാട് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് കെ മുരളീധരനെ കൊണ്ടുപോയി പാലക്കാട്ട് മത്സരിപ്പിക്കാത്തത് കോൺഗ്രസ്? എന്തുകൊണ്ടാണ് രമേഷ് പിഷാരടിയെ കൊണ്ടുവന്ന് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്? രമേഷ് പിഷാരടി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തനായ സ്ഥാനാർത്ഥിയാണോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ 40,000-ലധികം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് പിടിച്ചിട്ടുള്ളത്, അല്ലേ? ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയെ നേരിടാൻ പാലക്കാട്ട് ഒരു കോൺഗ്രസിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിലാണല്ലോ കഴിഞ്ഞ തവണ കെ മുരളീധരൻ മത്സരിച്ചത്? എന്തുകൊണ്ടാണ് നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിൽ വിജയിച്ചു നിൽക്കുകയാണ്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേമത്ത് ബി ജെ പിക്ക് ലീഡുണ്ട്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ നേമത്ത് ശക്തനായ ഒരു പോരാളിയെ കോൺഗ്രസ് രംഗത്തിറക്കാതിരുന്നത്? ശബരിനാഥൻ